പുറത്തുനിന്ന് ക്രിക്കറ്റ് കളിച്ചാലോ? ആ അതടിപൊളി, അത് നല്ല തീരുമാനം. കുറെ ദിവസമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു, നമുക്ക് പുറത്തുനിന്ന് കളിക്കാം. ഞാൻ വിചാരിക്കുന്നത് എത്ര ദിവസമായി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. അച്ഛപ്പി എന്താണ് ഇതിന്റെ അഭിപ്രായം? ഉണ്ടോ അത് ചോദിക്കാനാ വരാനുള്ള ഇപ്പോഴോ? ഈ ലോക്ക്ഡൌണിന് ആദ്യം കൊറോണന്റെ കളി അടക്കട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് കളി. കുട്ടനോട് ചോമ്പില്ലല്ലോ. കുട്ടാ നീ പോകുന്നുണ്ടോ? ഞാനും നിൽക്കണേ. നല്ല കിടിലം പടണ്ട് കാലഘട്ടം. ഒരുത്തനോടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. എണീക്കടാ. എന്താടാ നീ കളിക്കാണ്ടോ? ക്രിക്കറ്റാ? എനിക്കൊന്നും വേറെ പണിയില്ലടാ, പോയി കിടന്ന് ഉറങ്ങുന്നത്. ഫുൾ ടൈം ഓർക്കന്നെയാണല്ലോ. പബ്ജി. എടാ പബ്ജിയാ നീ കളിക്കാൻ? ഞാനില്ലടാ പബ്ജി ഒക്കെ ചിക്കു കത്തില്ല. വാടാ പോയി കളിക്കടാ. മഞ്ചമിതാ ഒന്നിനെ കളിക്കാൻ വെക്കലോ ഇവിടെ ചോദിച്ചോ ഉണ്ടോ? എന്ത് ക്രിക്കറ്റോ? ഒന്ന് പോയി ചെങ്ങായിരുന്നു. ഇന്നലെ കളിക്കാൻ പോയതിന്റെ പാടായി കാണുന്നത്. ഇതെന്തത്? പോലീസ് അറിയില്ലേ എന്നെ കണ്ടം പോയി ഓടിച്ചടാ. എന്റെ പൊന്നളിയന്മാരെ, ക്രിക്കറ്റ് ഇനി മേലാൽ ഞാൻ കളിക്കില്ല. ഇതോടെ കളിയാണ് നിർത്തിട്ടോ. എന്റെ മോനെ വെറുതെ പോലീസുകാരുടെ കയ്യിൽ അടി മേടിക്കാൻ പറ്റി. ഞാനില്ല ചെറിച്ച ഈ ബാൻ ഇവിടെ ഇരുന്ന് കാണാൻ. അജാബി അല്ലെങ്കിൽ നമുക്ക് പിന്നെ കളിക്കാം. ഇപ്പം വേണ്ട, പിന്നെ ആക്കാം. ഓക്കെ എന്നാ പിന്നെ വേണ്ടടാ അജാബിയ. ഞാന് ഇവനിക്ക് അടി കിട്ടിയ കാര്യവും അല്ലെങ്കിൽ ഇവനെ കണ്ടം പോയി ഓടിച്ച കാര്യം നിനക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോ നമുക്ക് കൊറോണ കാലം കഴിഞ്ഞിട്ട് കളിക്കാം. അതാണ് നമ്മളെ ആരോഗ്യത്തിന് കുറച്ച് നന്നാവും. എന്തേ കണ്ടില്ലേ, ഇതുപോലെ ഈ ലോക്ക്ഡൌൺ കാലത്ത് പുറത്തിറങ്ങി കളിക്കാനും കറങ്ങാനും വിളിച്ചു കൊണ്ടുപോകുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. ഓർക്കുക, ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിലിരിക്കാം. നാടിനു വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടി. സ്റ്റേ ഹോം. Hi friends, we are in Sharjah. I'm in Muscat. I'm from Qatar. I am in Kuwait. ഐ എം ഇൻ കേരള. ഐ മീൻ അജ്മാൻ. Stay home. Be safe.